പ്രിയമുള്ളവരെ നമസ്കാരം. പ്രിയപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ, ഞാനിവിടെ പരിചയപ്പെടുത്തുന്ന ഒരു വളരെ വ്യത്യസ്തമായ ഒരു മരുന്നാണ്. ഈ മരുന്നിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത്, ആരാകാനാണ് ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാധിക്കും. ഈ മാക് സംഘടനയിലെ ഈ സുഹൃത്തുക്കൾക്ക് ആർക്ക് വേണമെങ്കിലും ഈ മരുന്നൊന്ന് പരീക്ഷിച്ച് നോക്കാം. സാമ്പിൾ സൗജന്യമാണ്. ആരെങ്കിലും ഉണ്ടോ? നമസ്കാരം. നല്ലൊരു ശരീരമാണ് വരുന്നത്. ഈ ശരീരത്തിൽ എല്ലാ മരുന്നും കൂടെ എന്തായാലും പരീക്ഷിക്കാൻ പറ്റും. നമസ്കാരം ചേട്ടാ. നമസ്കാരം. ഒരു മരുന്നൊന്ന് പരീക്ഷിക്കട്ടെ? പരീക്ഷ. എന്താണ് ചേട്ടാ ഇതിന്റെ പ്രത്യേകത? എന്താണ് ഈ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മരുന്ന് കഴിച്ചാൽ നമ്മൾ മനസ്സിൽ ആരാഗ്രഹിക്കുന്നോ ആ ആള് ഈ മരുന്ന് കഴിക്കുമ്പോൾ ഇത് കൂടും ശരീരത്തിൽ. ഇത് ഈ മരുന്നിന് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടോ? സൈഡ് എഫക്റ്റ് ഈ മരുന്നിനൊന്നുമില്ല. അപ്പൊ ഈ കഴിക്കുന്ന ആളുണ്ടാവും അല്ലേ? കഴിക്കുന്നവർക്ക് കുറച്ച് എഫക്റ്റ് ഉണ്ടാവും ഇത് കഴിച്ചാൽ. അതെ അതെ. അപ്പൊ ഇത് ഒടുവിൽ ഉണ്ണികൃഷ്ണന്റെ മരുന്നാണ്. ഈ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ കഴിച്ചു നോക്കൂ. അല്ല, ചേട്ടൻ തന്നെ ഒന്ന് കഴിച്ചിട്ട് പിന്നെ ഞാൻ വേണമെങ്കിൽ പരീക്ഷ നോക്കാം. അല്ല, ധൈര്യമായിട്ട് കഴിച്ചോ. പരീക്ഷണശാല ചേട്ടൻ തന്നെ കഴിച്ചു നോക്കും. ഞാൻ കഴിച്ചു നോക്കാം. ഒന്ന് കഴിച്ചു. ഇത് പുതിയതായിട്ട് ചേട്ടൻ തന്നെ കണ്ടുപിടിച്ചതല്ലേ? ഞാൻ തന്നെ കണ്ടുപിടിച്ചു. ഇതിനകത്ത് ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏതായാലും ഒടുവിൽ ഉണ്ണികൃഷ്ണന്റെ ഈ ക്യാപ്സൂൾ ഞാൻ കഴിക്കുകയാണ്. എന്തൊക്കെയാണ് മാറ്റം വരുന്നത് നോക്കാം. ഞാൻ ബാബാ ബ്രദേഴ്സ് ഒന്ന് കേട്ടിട്ടുണ്ടോ? എന്താ ഇത്? ഓടയിലെന്ന പടത്തിൽ സത്യം മാഷ് റിക്ഷാവണ്ടി ഒറ്റക്കാല് കൊണ്ടിങ്ങനെ തട്ടി ഒറ്റക്കണ്ടി കൊണ്ടിങ്ങനെ പിടിച്ച് ബീഡി കത്തിക്കുന്നൊരു സീനുണ്ട്. ആ ബീഡി കൊടുത്തത് ആരാ? ഞാനാ. അയ്യോ, അടിപൊളിയായിട്ടുണ്ടല്ലേ. പക്ഷേ ഒരു പ്രത്യേകതയുണ്ട്. എന്താ? വിത്തിൻ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ഇതിന്റെ കഴിവ് ഇറങ്ങിപ്പോയിരിക്കും. അയ്യോ, അതാണ് ഈ മരുന്നിന്റെ പ്രത്യേകത. ചേട്ടാ, എനിക്ക് സത്യത്തിൽ ഇങ്ങനെ മിമിക്രി സംഭവം ഞാൻ അത്യാവശ്യം ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്കിനി വേണ്ടെന്ന് പറഞ്ഞാൽ പാട്ടുകാരെ എന്തെങ്കിലും ചെയ്ത് എനിക്ക് ഈ റിയാലിറ്റി ഷോയിൽ പോയി കുറച്ച് പൈസ ഉണ്ടാക്കാൻ. എന്റെ ഏറ്റവും കൂടുതൽ ക്യാപ്സൂൾ വാങ്ങിക്കുന്ന ആരാന്ന്? ഈ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുന്ന കലാകാരന്മാരാണ്. അപ്പൊ ആദ്യമായിട്ടൊരു പാട്ടുകാരുടെ ക്യാപ്സൂൾ എടുക്കാമേ. ഇതാരുടെ എന്നറിയാം? ഇല്ല, ഇത് SP-യുടെ ആണ്. ഈ ക്യാപ്സൂൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ SP ബാലസുബ്രഹ്മണ്യത്തിന്റെ ശബ്ദത്തിൽ താങ്കൾക്ക് പാടുവാൻ സാധിക്കും. പഴയ ഗുളിയാണെങ്കിലും പുതിയ ടേസ്റ്റ് ആണല്ലോ. ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ താങ്കൾ SP ബാലസുബ്രഹ്മണ്യത്തിന്റെ ഒരു ശബ്ദത്തിലൂടെ പാടുവാൻ താങ്കൾക്ക് സാധിക്കും. இது மூச்சு விடாமல் பாடுற பாட்டு சொன்னாங்க. இட் இஸ் ஹியூமன்லி இம்பாசிபிள் டு சிங் எ சாங் லைக் திஸ் விதவுட் டேக்கிங் எ பிரெத். நான் இந்த படியேறி வந்த இளைய நில பொழிகிறதே இதயம் வரை நனைகிறதே ஒலா போகும் மேகம் கணா காணமே விழா காணமே வானமே இளைய நில பொழிகிறதே இதயம் வரை நனைகிறதே. இது எனக்கு ரொம்ப பிடிக்கிற சாங். நீங்கள்லாம் கைத்தட்டி ஆசீர்வாதம் பண்ணுங்க. நன்றி. സുഹൃത്തുക്കളെ, ആർക്ക് കടന്നു വരാം? വരൂ വരൂ വരൂ, വന്ന് ഗായകരാകൂ. അത് പോയി. അതാ ഞാൻ പറഞ്ഞത്, വിത്തിൻ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ പോകും. അടുത്ത ഗുളി കഴിച്ചാൽ വീണ്ടും ആവും. ഇനി എനിക്ക് പിന്നെ മ്യൂസിക് പാട്ടിൽ സർക്കസ് കാണിക്കുന്ന ഒരു പാട്ടുകാരുണ്ട്. സർക്കസുകാരുടെ ഒന്നുമില്ല. അല്ല, സർക്കസുകാരല്ല, ഹരിഹരന്റെ. അതാണ്. ഒരു പക്ഷേ ഇത് റേറ്റ് കൂടുതലാണ്. അത് ഇങ്ങനെ ഇത്തിരി അടിച്ചുപൊളിയ പാട്ടാണ്. സംഗതി കൂടുതലാണ്. അതെ അതെ. ഇത് ഇങ്ങോട്ട് ധൈര്യമായിട്ട് കഴിച്ചോ. ഹരിഹരോ ഹരഹര, ഹരഹരോ ഹരിഹര. I'm thinking of you. Listening to the raindrops, I'm thinking of you. ഇളമാൻ കണ്ണിലൂടെ I'm thinking of you. ഇളനീർ കനവിലൂടെ I'm thinking of you. Saloma, Saloma, Saloma. സമയം പോയി മോനെ. ഇനി കാശ് എടുത്തിട്ടുള്ള കളി. ഇത്ര പെട്ടെന്ന് എഫക്ട് പോകുന്ന അത് പെട്ടെന്ന് എഫക്ട് പോകുന്ന പറഞ്ഞാൽ എനിക്ക് കാശ് തന്നിട്ടില്ലല്ലോ. കാശ് തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്ഥിരമായിട്ട് നിന്റെ തുറയിൽ തന്നെ ഉണ്ടായി. ഇനി സരിഗമൊക്കെ ചെയ്യുന്ന പുള്ളിയില്ലേ, ശ്രീകുമാറിന്റെ? അയ്യോ, പറഞ്ഞു തീർന്നില്ല. മോഹൻലാലിന്റെ അനുവാദത്തോടു കൂടി ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു പ്രത്യേക തരം ക്യാപ്സൂളാണ്. MG ശ്രീകുമാർ ക്യാപ്സൂൾ. സരിഗമയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. വളരെ വ്യത്യസ്തമായ റൗണ്ടാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ചോദ്യം ശ്രദ്ധിക്കുക. മോഹൻലാലിന് വേണ്ടി ഞാൻ ആലപിച്ച ഈ ഗാനം ആരാലപിച്ചു? കിട്ടിയിരിക്കുകയാണ്.
ആ അതാണ് കുഴപ്പം. ഞാൻ പറഞ്ഞില്ലേ ആദ്യമേ. പിന്നെ മോനെ ഒരു കാര്യം ചോദിച്ചോട്ടെ, നീ ഇതെല്ലാം ഗുളികളെല്ലാം മേടിച്ച് കഴിക്കുന്നുണ്ട്, എനിക്കൊന്ന് കാശ് ഇതുവരെ തന്നില്ല. ചേട്ടനെ ഞാൻ കാശ് തരാം, ഫ്ലാറ്റ് തരാമല്ലോ. എന്തേടാ എന്തേ എവിടെയാ എന്ത് ഇതിന്? അയ്യേ അതിന് പോണ അവിടെ ഉണ്ട്. ഒരു കാര്യം ചെയ്യും, ഞാൻ പോയിട്ട് വരുന്നവരെ നീ ഇതൊന്ന് വെച്ചോ. ഇത് ആർക്കും കയറി വിറ്റ് കളയല്ലേ. കുഴപ്പമൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല, ഒരുപാട് ഗുളികളുള്ള ആർക്കും എടുത്ത് കൊടുത്തേക്കല്ലേ. ഇല്ല ഇപ്പൊ വരാം. ആ ചേട്ടൻ വരുന്നതിന് മുമ്പ് വേറെ വല്ലതും ഉണ്ടെങ്കിൽ എടുത്ത് തീർക്കാം. സ്റ്റാറൊക്കെ കാണും കേട്ടോ ഒരുപാട്. ഇനി വല്ല റിയാക്ഷൻ ഉണ്ടാവോ? ഇതെന്താ ഇത്? എന്തുവാണ് ഇത്? ഭഗവാനെ, ഇതെല്ലാം എടുത്തിട്ട് ഇവൻ കഴിച്ചാ? ഭഗവാനെ, ഇതിൽ അതിശയന്റെ രൂപമായല്ലോ ഈശ്വര. ജീവൻ വേണമെങ്കിൽ ഓടി രക്ഷപ്പെട്ടോ. പണ്ട് ഞങ്ങൾ പ്രോഗ്രാമിന് പോയിട്ട് ഇപ്പം ചില ഈ പ്രോഗ്രാമിന് ചെല്ലുമ്പോൾ ചില രസകരമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. മാർട്ടിൻ ഇപ്പോൾ ഏത് ട്രൂപ്പിലാണ് സഹകരിക്കുന്നത്? ഇപ്പോൾ ഹരിശ്രീയിൽ ഇപ്പോൾ ഇല്ല, ഞങ്ങളിപ്പോൾ സിനിമാലയുടെ ഗ്രൂപ്പായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പിന്നെ എല്ലാവരും പ്രോഗ്രാം ഇന്ന ഒരു പ്രത്യേകിച്ചൊരു ട്രൂപ്പായിട്ടില്ല. നിങ്ങൾ രണ്ടുപേരും ഒരു ട്രൂപ്പിലാണോ? പോകാറുണ്ട് ഞങ്ങൾ ട്രൂപ്പാണോ. പിന്നെ എങ്ങനെ ഇത്ര സൗഹൃദത്തോടെ അടുത്തടുത്തിരിക്കാൻ പറ്റുന്നു? വന്നപ്പോൾ ലേറ്റായി പോയി, അപ്പോൾ 2 സീറ്റ് കൂടി ഉണ്ടായിരുന്നു, അത് കൊണ്ടുവന്നിരുത്തി. അല്ല പ്രസാദ്, ഇന്നാൾ വേറെ സംഭവം ഉണ്ട്. ഞാൻ പ്രസാദിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലാലേട്ടൻ്റെ പന്തയക്കോഴി എന്നുള്ള സിനിമ ഉണ്ടല്ലോ, അത് റിലീസ് ചെയ്യുന്ന തലേ ദിവസം യാദൃശ്യമായിട്ട് ലാലേട്ടൻ നമ്മൾ കണ്ടില്ലേ. അപ്പോൾ ലാലേട്ടൻ എന്നോട് പറഞ്ഞു, ജോർജ് എവിടെ പോകണം? ഞാൻ പറഞ്ഞു, ഞാൻ വേളാങ്കണ്ണിക്ക് പോകാൻ വേണ്ടി ഇരിക്കുകയാണ്, വണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്, വേളാങ്കണ്ണി പോകണം. ആ ജോർജ് ഒന്ന് നേർച്ച ഇട്ടേട്ടോ, അന്ന് കൊണ്ട് 100 രൂപ എടുത്തിട്ടും പറഞ്ഞു നേർച്ച ഇട്ടേരി ഇതൊന്ന് പ്രാർത്ഥിച്ചേക്കെന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ വേളാങ്കണ്ണി ചെന്നു, പ്രാർത്ഥിച്ചു, നേർച്ചയൊക്കെ ഇട്ട് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം ലാലേട്ടനെ വിളിച്ചു. ലാലേട്ട പ്രാർത്ഥിച്ചിട്ടുണ്ട്, മാതാവിനോട് പറഞ്ഞ് ഈ പടം ഹിറ്റാവുകയാണെങ്കിൽ അടുത്ത ലാലേട്ടൻ്റെ പടത്തിൽ ഞാൻ ഫ്രീ ആയിട്ട് അഭിനയിച്ചേക്കാന്നാണ് നേർന്നേക്കണേന്ന് പറഞ്ഞു. ആ തെറ്റുണ്ട് അങ്ങനെ പറയലേ? ഇല്ല, നേർച്ചക്കടം നിൽക്കരുത്. പക്ഷേ ആ പടം റിലീസ് ചെയ്തു, ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പൂട്ടി. എനിക്കിപ്പോഴും സംശയമുണ്ട്, ആ പൈസ അവിടെ ചെന്നു വേളാങ്കണ്ണിയിൽ ഞാൻ എന്നൊക്കെ നിറച്ചിട്ടുണ്ടോ എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ്, ആദ്യമായിട്ട് കിട്ടാത്തതാണ്. അതുകൊണ്ട് ഇല്ല, ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിച്ചാണ് അടുത്ത പടത്തിൽ ഞാൻ ചെയ്തേക്കാൻ മാതാവേ ഈ പടം ഒന്ന് രക്ഷപ്പെടുത്തണേന്ന് പ്രാർത്ഥിച്ചത്.